ചെയ്യുന്നു ഭാഗത്ത് കിടന്നിരിക്കുന്നതായ പ്രിയപ്പെട്ടവർക്കായി സഹോദരിമാർക്കായി ദാസന്മാർക്കായി എല്ലാവർക്കുമായി സ്തുതിക്കുന്ന ഞങ്ങളൊക്കെ വാഴുന്നു കർത്താവേ. തിരുനാമത്തിന് സ്തോത്രം സ്തോത്രം. കർത്താവേ, വിവാഹബന്ധത്തിൽ പ്രവേശിക്കുവാനൊരുങ്ങി വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരനെയും സഹോദരിയും ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ ആശീർവദിക്കണമേ. ഇന്നടക്കുന്ന വിവാഹശുശ്രൂഷയ്ക്കനുഗ്രഹമായി പന്തിയാക്കണമേ. അതിന് ശുശ്രൂഷകരമായി സഹായിക്കണമേ. കടന്നിരിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കണമേ. ദൈവത്തിന് സ്തോത്രം സ്തോത്രം. അവിടുത്തെ വലിയ സാന്നിധ്യം ദൈവത്തോട് സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് മധ്യമുള്ളതുകൊണ്ട് സ്തോത്രം. എല്ലാ പ്രകാരം നിങ്ങളെ ആശീർവദിക്കണമേ. അവിടുന്ന് ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. അതുകൊണ്ട് ദൈവം നിന്നെ നീക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവരുടെ വാളരക്കി കെട്ടുക. നിന്റെ തേജസ്സും മഹിമയും തന്നെ സത്യവും സൗമ്യവും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്കെ ഉപദേശിച്ചു തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്തെ അവ തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നുള്ളതാകുന്നു. നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്നെ കൂട്ടുകാരൻ പരമായി ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമല്ല മൂറും ചന്ദ്രവും ലവവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്താവതനങ്ങളിൽ നിന്നെ കമ്പിനാഥം നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീരംഗങ്ങളുടെ കൂടുതൽ രാജകുമാരികളുണ്ട്. നിന്റെ വലതുഭാഗത്ത് രാജ്ഞിയോ ഭീർണകം അണിഞ്ഞു നിൽക്കുന്നു. അന്യോ കുമാരി, കേൾക്കുക, നോക്കുക, ചിന്തിച്ചായിരിക്കാം. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കാം. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവരെ നമസ്കരിച്ചു കൊള്ളുക. സോർനിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അവിടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവിടെ ചിത്രത്തയ്യുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജ്യസന്നിധിയിൽ കൊണ്ടുവരും. അവിടെ തോഴിമാരായി കൂടെ നടക്കുന്ന കനികമാരെ നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരം ഇരിക്കും. സർവഭൂമിയിൽ നീ അവരെ ഭക്തന്മാരാകും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിൽ ഓർക്കുമാറാകും. അതുകൊണ്ട് നിനക്ക് സ്തോത്രം ചെയ്യും. ആ നെറ്റിൽ തന്നെ നമുക്ക് പ്രാർത്ഥിക്കുന്ന ജോസും ഫെസ്റ്റോസ് കുട്ടിയും ഇപ്പോൾ പരസ്യമായി പ്രാർത്ഥിക്കുന്നു. സ്നേഹവാനും പരിശുദ്ധമായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നിമിഷനായ ഞങ്ങളെ നീയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു വാഴ്ത്തുന്നു.
കർത്താവെ, ഞങ്ങൾ അമേരിക്കയും പ്രാർത്ഥിച്ചതുപോലെ രാവിലെ സമയം ഞങ്ങൾക്ക് ഇവിടെ ഒത്തൊരുമിച്ച് കൂടുവാൻ കർത്താവ് നൽകിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കൊട്ടാരക്കര പ്രദേശത്ത് ഞങ്ങൾക്ക് യാത്രയിലൂടെ എത്തിച്ചേരുവാനും ദൈവമേ ഹല്ലേലൂയ, ഈ പ്രദേശത്തെ ഒരു പ്രാവശ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ മുഖാന്തരം ഒരുക്കിയതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യനേകനായിരിക്കുന്നതല്ല, ജ്ഞാനവൻ തക്കളായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കർത്താവ്. ജോലിക്ക് വേണ്ടിയും ബെഞ്ചിക്ക് വേണ്ടിയും തക്ക വഴി കാണിച്ചു കൊടുക്കുകയും അവരെ കൂട്ടുവരുത്തിനായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പോൽക്കാലം ഒരു ക്രിസ്തീയ കുടുംബമായി തീരുമ്പോൾ കർത്താവിന് വലിയ സാന്നിധ്യം ഇറങ്ങി ഈ ശുശ്രൂഷകളെല്ലാം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ യാത്രയെ സൂക്ഷിച്ച കർത്താവേ, നിങ്ങളുടെ വാഹനത്തെ എതിർച്ച കർത്താവേ, ഇനി തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ഏറ്റവും അനുഗ്രഹമാക്കണമേ. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്ന ശുശ്രൂഷ അവിടുന്ന് നൽകിത്തണമേ പ്രാർത്ഥിക്കുന്നു. കൂട്ടി യോജിപ്പിക്കുവാൻ ദാസനോട് ബലപ്പെടുത്തണമേ. മൂന്നാമനായ കർത്താവ് ഇറങ്ങി വന്നു ദൈവത്തിന്റെ സാന്നിധ്യത്താൽ അവരെ യോജിപ്പിച്ച് ഉത്തമമായ ക്രിസ്തീയ ജീവിതം നയിക്കപ്പെടുവാൻ ഒരു കുടുംബത്തെ ഭൂമിയിൽ ഉടലെടുക്കുവാൻ ദൈവം അവസരം നൽകിയിരിക്കാൻ സ്തോത്രം ചെയ്ത കർത്താവേ, അവിടുത്തെ അനുഗ്രഹീതമായ ഈ പകലിൽ വിവിധ സ്ഥാനങ്ങളിലുള്ളവരായി ഒരുമിച്ച് നിന്റെ സന്നിധാനത്തിൽ കടന്നു വരുവാൻ നൽകിയതിനായി സ്തോത്രം. ഈ വിവാഹത്തിന്റെ ആലോചനയുടെ സമയം മുതൽ ഇത്രത്തോളം കർത്താവ് കൂടെ ഇന്ന് സഹായിച്ച് ഈ വിവാഹ ശുശ്രൂഷയിൽ വിവിധങ്ങളിൽ ഞങ്ങളെ കൂട്ടിവരുത്തിയ ദൈവത്തിന്റെ മഹാദയക്കായി അങ്ങനെ വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ സഹോദരന്റെയും സഹോദരിയുടെയും ജീവിതത്തിൽ കർത്താവ് കഴിഞ്ഞ നാളിൽ നല്ലവനായി വിശ്വസ്തനായി കൂടെയിരുന്നു. ആവശ്യമായ വിദ്യാഭ്യാസം നൽകി, ഭൗതികമായ നന്മകൾ നൽകി, ദൈവകൃപയിൽ വളർന്നു വരുവാനൊക്കെ വേണം കർത്താവുടെ ജീവിതത്തിൽ അവസരം നൽകിയത് ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം അവിവാഹ ശുശ്രൂഷയിൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നതായ സന്ദർഭത്തിൽ സ്വർഗീയമായ അനുഗ്രഹങ്ങളും നന്മകളും ജീവിതത്തിന്റെ പകർന്ന് കർത്താവിന്റെ വരവ് താമസമെങ്കിൽ വിശ്വസ്തയോടുകൂടി കുടുംബ ജീവിതം നയിച്ച് സഭകൾക്കും ദേശത്തിനും മാതാപിതാക്കൾക്കും ഒരു അനുഗ്രഹമായി തീരുന്നതിനും അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവമനെ ഒരുക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ളതായി ശുശ്രൂഷിക്കുന്ന അതിന്റെ വിലയേറെ ഭക്തന് കർത്താവിന്റെ അഭിഷേകത്താൽ നിറയ്ക്കുവാനായി പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനുപരി ഞങ്ങളുടെ കർത്താവിന്റെ വരവിൽ ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ അങ്ങയുടെ വരവിന് വേണ്ടി ഒരുക്കപ്പെടാതെ ആരെങ്കിലും ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ ആത്മവളവരായ കർത്താവിനെ കണ്ടുമുട്ടി ഈ സ്ഥലത്ത് മടങ്ങി പോകേണ്ടതിന് കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. അവരുടെ വിവാഹം നടത്തുവാൻ കർത്താവിന്റെ ദാസൻ IPC കേരള സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ജോർജ് ഉമ്മൻ ഇന്ന് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അവരെ യോജിപ്പിക്കുന്ന ശുശ്രൂഷ ആ ദേവദാസൻ നിറവേറ്റുന്നതാണ്. വിവാഹ ശുശ്രൂഷയിൽ രണ്ട് ഭാഗമായിട്ടാണ്. ഒന്ന് വചന ശുശ്രൂഷ, കിട്ടുന്നവരെ യോജിപ്പിക്കുന്ന ശുശ്രൂഷ. ഈ ദൈവവചന ശുശ്രൂഷ ഇന്ന് ഈ പ്രിയപ്പെട്ടവരെ ഉദ്ദേശിച്ച് അത് അറിയിക്കുന്നെങ്കിൽ അവരറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവദാസന്മാർ അതറിയിക്കുന്നതാണ്. അതറിയിപ്പാൻ വേദപാണ്ഡിത്യമുള്ള പല ദൈവദാസന്മാരും ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. എങ്കിലും അധിക സമയം ഇവിടെ നമുക്ക് ചിലവഴിക്കാൻ ലഭിക്കുന്നില്ല. തുടങ്ങിയത് തന്നെ അല്പം താമസിച്ചാണ്. അതുകൊണ്ട് പല ദൈവദാസന്മാരും ഇന്ന് സംസാരിക്കുന്നില്ല. സംസാരിക്കുന്നവർ തന്നെ സമയം പരിമിതപ്പെടുത്തി അവർ ദൈവവചനം അറിയിക്കുന്നതാണ്. വിവാഹം എല്ലാവരാലും മാനിക്കപ്പെട്ടതാണെന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തി. നിങ്ങൾ പാടെ ദാസൻ ജോർജ് ഉമ്മൻ ഇവരെ തമ്മിൽ യോജിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷന്മാർ യേശുവിന്റെ അടുക്കൽ നിന്ന് ചോദിച്ചപ്പോൾ വിവാഹ മോചനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞത് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യരാരും വേർതിരിക്കും.